നമ്മൾ ഓരോരുത്തരുടെയും മനസ്സിനെ വളരെയേറെ വേദനിപ്പിച്ച ഒന്നാണ് 1.5 വയസ്സുകാരൻ അർഷിദിൻ്റെ കേസ്. അതുപോലെ തന്നെ അർഷിദിനെ പോലെ തന്നെ നീതി വേണ്ട ഒരു വ്യക്തിയും കൂടിയാണ് ആമിന. അർഷിദിനും ആമിനയ്ക്കും ഒരേ നീതിയാണ് വേണ്ടത്, അല്ലേ? അപ്പോൾ ഈ ആമിന ആരെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും ഇപ്പം അറിയുന്നുണ്ടാവും. ഈ നരാധമൻ അർഷിദിനെ ഇല്ലാതാക്കിയ അഷ്കറിൻ്റെ ആദ്യ ഭാര്യയാണ് ആമിന. ഈ ആമിനയെ എങ്ങനെ അഷ്കർ ഭാര്യയാക്കിയെന്നൊന്നും നമുക്കറിയണ്ടേ? ഈ ആമിനയെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് കണ്ടിട്ട് ചുമ്മാ അവളുടെ പിറകെ നടന്ന് ശല്യപ്പെടുത്തി അവളുടെ വീട്ടിൽ വന്ന് കല്യാണം കഴിച്ച് തരണം എന്നൊക്കെ പറഞ്ഞ് നിർബന്ധിച്ച് അവളുടെ പുറകെ നടന്നു. അപ്പോൾ അവളുടെ വീട്ടുകാർ ചോദിച്ചു, എൻ്റെ മോള് മാത്രമേ ഉള്ളൂ നിനക്ക് കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ട്, വേറെ ആരെങ്കിലും അവളെ ഇപ്പം കല്യാണം കഴിപ്പിക്കുന്നില്ല എന്ന് ആ വീട്ടുകാർ തീർച്ചയായിട്ടും ഉറപ്പിച്ച് പറഞ്ഞു. എന്നിട്ടും അവരെ വിടാതെ സഹികെട്ട് കല്യാണം കഴിച്ചു കൊടുക്കാമെന്ന് അവർ സമ്മതിച്ചു. അതായത് അവിടെ ഉമ്മായും അപ്പായും വീട്ടിലില്ലാത്ത സമയത്ത് അഷ്കറിൻ്റെ ഈ ഉമ്മായും സഹോദരിയും കൂടി ആ വീട്ടിൽ ചെന്ന് ഈ കൊച്ചിനെ പറഞ്ഞ് മയക്കി, കൊച്ചു പ്രായമല്ലേ, അത് വിശ്വസിച്ചു പോവും. അങ്ങനെ അവരിലേക്ക് അടുപ്പിച്ച് അവസാനം ഈ കുട്ടിയെ വിളിച്ചിറക്കിക്കൊണ്ട് പോവുകയാണ് ചെയ്തത്. അതിനുശേഷം നിക്കാഹ് നടത്തുകയാണ് ചെയ്തത്. ഇവര് കല്യാണമൊക്കെ ഉറപ്പിച്ചതിന് ശേഷം പയ്യന്റെ വീട്ടിൽ ചെന്ന് അന്വേഷിച്ചപ്പോൾ നാട്ടുകാർ പറഞ്ഞത്, നിങ്ങൾക്ക് ഒത്തിരി പെൺമക്കളുണ്ടെങ്കിൽ പിടിച്ച് ഏതെങ്കിലും ആറ്റിലോ കുളത്തിലോ തള്ളാനാണ് പറയുന്നത്. അപ്പം അത്രയ്ക്ക് മോശം ആൾക്കാരാണ് ഇവർ. എന്നിട്ടും ഈ പെൺകുട്ടി പറഞ്ഞത് ആ സമയത്ത് ഇങ്ങനെ അവരെ പറഞ്ഞ് വിശ്വസിപ്പിച്ചു വെക്കുകയല്ലേ. അങ്ങനെ ഈ കല്യാണം നടത്തൂല എന്ന് പറഞ്ഞ് അവർ കുട്ടിയെ വിളിച്ചുകൊണ്ട് പോയിട്ട് അങ്ങനെ അവരെന്ത് ചെയ്തു, തിരിച്ച് വിളിച്ചുകൊണ്ട് വന്ന് നിക്കാഹൊക്കെ നടത്തി കൊടുത്തു. അതിനുശേഷം 2 ആഴ്ച തൊട്ടാണ് ഈ ആമിനയെ ഇങ്ങനെ ഉപദ്രവിക്കാൻ തുടങ്ങിയത്. ഈ 2 ആഴ്ച, കല്യാണം കഴിഞ്ഞ 2 ആഴ്ച തൊട്ട് 1 വർഷത്തിന്റെ അകമാണ് ഈ ആമിനെ ഈ കോലം ആക്കിയത് അഷ്കർ. ബാക്കി ഈ 2 വർഷവും, അതായത് ഈ 13 മാസം ആമിന കോമയിലാണ് കിടന്നത്, ഒരു ജീവച്ചവം പോലെ. അപ്പോൾ ഇവർ പറയുന്ന ഈ സ്ത്രീ ഈ വീഡിയോയിൽ പറയുന്നുണ്ടല്ലോ, ആദ്യത്തെ റിപ്പോർട്ടർ ചോദിക്കുന്നുണ്ട്, ആദ്യ ഭാര്യ ആമിനയെ നിങ്ങളുടെ മകനും നിങ്ങളും കൂടി ഉപദ്രവിച്ചിട്ടാണ് ഈ അവസ്ഥയിലേക്ക് എത്തിയതെന്ന് പറയുന്നു. അപ്പോൾ അതിനെപ്പറ്റി നിങ്ങൾക്ക് എന്താ പറയാനുള്ളതെന്ന് ചോദിച്ചപ്പോൾ ഈ സ്ത്രീ പറയുകയാണ്, എൻ്റെ മോൻ അങ്ങനെ ഒന്നുമല്ല, എൻ്റെ മോൻ എങ്ങനെ ആയെന്ന് തന്നെ എനിക്ക് അറിയില്ല, അവൻ അങ്ങനെയുള്ളൊരു വ്യക്തിയേ അല്ല. ഈ 2 തള്ളച്ചിമാരുടെ മുഖം കാണുമ്പോൾ തന്നെ നമുക്ക് അറിയാം ഈ 2 എണ്ണവും എത്രത്തോളം ഫ്രോഡാണെന്നുള്ളത്. ഇപ്പോൾ വെളുപ്പിക്കാൻ വേണ്ടി വന്നു നിന്ന് കരച്ചിലും പിഴിച്ചലും, ഞങ്ങൾ അങ്ങനെ ചെയ്തു, ഞങ്ങൾ ഇങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഈ മീഡിയയുടെ മുന്നിൽ, പക്ഷേ മീഡിയക്കാർ റിപ്പോർട്ടർ ചോദിക്കുന്ന ചോദ്യത്തിന് ഒന്നും തന്നെ കൃത്യമായിട്ടുള്ള മറുപടിയൊന്നും ഇല്ല. അപ്പം തന്നെ നമുക്ക് മനസ്സിലാക്കാം ഇത് പെരുങ്കള്ളികളാണെന്ന്. അത് ആമിനയ്ക്ക്, അതായത് അഷ്കറിൻ്റെ ആദ്യത്തെ ഭാര്യയ്ക്ക് തലച്ചോറിൽ ക്യാൻസർ ആയിരുന്നു. അപ്പോൾ എൻ്റെ മോനെ കല്യാണം കഴിക്കുന്നതിന് മുന്നേ അവൾക്ക് ക്യാൻസർ ആയിരുന്നു. അതുകൊണ്ടാണ്, ക്യാൻസർ ആയതുകൊണ്ടല്ലേ മോനെ ഇപ്പോൾ അവർ പണപ്പിരിവ് നടത്തുന്നത്. ഈ വയസ്സായ അമ്മായും വാപ്പായും 23 വയസ്സായ ഒരു മകളെ ചികിത്സിക്കണമെങ്കിൽ അവർ എവിടെ, സാധാരണക്കാർ എന്ത് ചെയ്യും, എവിടെ പോവും? അതുകൊണ്ടാണ് അവർ സഹായത്തിന്, കൂലിപ്പണിക്കാരായ അവരെന്ത് ചെയ്യും, സഹായത്തിന് കൊടുത്തേക്കുന്നത്. ഇവർ പറയുന്ന ന്യായം എന്താണെന്നറിയണ്ടേ? അത് ആ കൊച്ചിന് ക്യാൻസർ അല്ലെങ്കിൽ അവർ ധനസഹായത്തിന് കൊടുക്കൂലല്ലോ മോനെ. അപ്പൊ എങ്ങനെ ഈ കൊച്ചിന് ക്യാൻസർ വന്നു എന്നുള്ള കഥ നമുക്ക് കേൾക്കണ്ടേ? ഈ ആമിനയെ ഈ അഷ്കർ ക്ലോസറ്റ് കൊണ്ട് തലയിടിക്കുകയും ചുമരി കൊണ്ട് തലയിടിക്കുകയും ഈ നല്ലവരായ ഉമ്മായും സഹോദരിയും കൂടി ചേർന്ന് അടിച്ച് ഇടിച്ച് ബലം പ്രയോഗിച്ച് ആമിനയുടെ വായിലേക്ക് വിഷം ഒഴിച്ചു കൊടുത്ത് അപ്പോഴത്തേക്കും കുട്ടിയുടെ ബോധം പോയി. ആ കുട്ടിയെ ഇത് ആത്മഹത്യ എന്ന നിലയിലാക്കാൻ വേണ്ടി ഈ 3ഉം കൂടെ വലിച്ചഴിച്ച് കൊണ്ടുപോയി കെട്ടിത്തൂക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കും ഇവർക്ക് ബോധം വന്നു. നിലവിളിച്ചപ്പോൾ അങ്ങ് വിട്ടിട്ട് പോയി. അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഇവിടെ ആമിനയുടെ വാപ്പ വീട്ടിലേക്ക് പോയപ്പോഴാണ് മകൾ ചോരയിൽ കുളിച്ച് എഴുന്നേക്കാൻ വയ്യാത്ത അവസ്ഥയിൽ കിടക്കുന്നത് കണ്ടത്. അങ്ങനെയാണ് ഈ ആമിനായെയും കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോകുന്നത്. അവിടുത്തെ അങ്ങനെ തലയിൽ സ്കാൻ ചെയ്തപ്പോൾ തല മുഴുവൻ നീർക്കെട്ടാണ്. അതായത് ഇടിച്ചിടിച്ചിടിച്ച് തലയിൽ നീര് വന്ന് വീർത്ത് വെള്ളം കെട്ടിക്കിടക്കുവാണ്. അതുപോലെ തന്നെ പുറത്തേക്ക് വരാത്ത ഇൻറ്റേർണൽ ബ്ലീഡിങ്ങുകളും ഉണ്ടായിരുന്നു.
അങ്ങനെയാണ് ആമിനയുടെ തലയിൽ ട്യൂമറായിട്ട് മാറിയത്, സെറിബെല്ലത്തിൻ്റെ അവിടെ. അതുകൊണ്ടാണ് പറയുന്നത് തലയിലൊന്നും ഒരിക്കലും ഇടിക്കുകയോ ചെയ്യരുത്. ചിലത് സ്പോട്ട് ചെയ്യും, ചിലതിൽ ജീവിതകാലം മുഴുവൻ നമ്മൾ അനുഭവിക്കേണ്ട അവസ്ഥയിലേക്ക് എത്തും. അതാണിപ്പോൾ ആമിന അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഒരേ നീതിയാണ് രണ്ടുപേർക്ക് വേണ്ടത്, അർഷിദിനും ആമിനയ്ക്കും. അന്ന് ആമിനയുടെ ഉമ്മായും വാപ്പായും പരാതി കൊടുത്തപ്പോൾ ഒന്നും പോലീസ് എടുത്തില്ല. കാരണം ഏതോ ഒരു കാലത്ത് അവൻ അവിടുത്തെ ഡ്രൈവറായിരുന്നു പോലും പോലീസ് സ്റ്റേഷനിൽ. അതുകൊണ്ട് അവൻ്റെ പേരിൽ അവർ കേസ് എടുക്കത്തില്ലേ? അവർ ഈ പാവപ്പെട്ടവർ ചെന്ന് ഓരോ തവണ ഓരോ വാതിൽ ചെന്ന് മുട്ടുമ്പോഴും അവർ തിരിച്ചടിച്ചു വിടും. പിന്നെ അവർ ഈ മോളെ കൊണ്ട് അവർക്ക് എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തണ്ടേ? അവരൊരു മോന് നഷ്ടപ്പെട്ടു, 10-15 വയസ്സുള്ള. അപ്പോൾ ആ മോൻ നഷ്ടപ്പെട്ട കേസും ഇതിൽ അവൻ്റെ പേരിൽ അന്വേഷിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അവൻ പലതവണ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്, നിന്റെ മോനെ, എൻ്റെ സഹോദരനെ ഞാൻ മുക്കിക്കൊല്ലും, വണ്ടി ഇടിച്ചു കൊല്ലും, ഈ ഉമ്മായും വാപ്പായും എല്ലാവരെയും വണ്ടി ഇടിച്ചു കൊല്ലും എന്നുള്ള ഒരൊറ്റ ഭീഷണിയാണ് അവൻ്റെ വായിന്ന്. അതിനുശേഷം അവളുടെ ഒരൊറ്റ സഹോദരനെ മരിച്ചു. അതിനുശേഷം അവർക്ക് ഈ മോള് മാത്രമേ ഉള്ളൂ. ഈ മോളെ എങ്ങനെയെങ്കിലും രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഇല്ലാത്ത പൈസ ഉണ്ടാക്കി അവർ ആ ഉമ്മായും വാപ്പായും നടക്കുന്നത് മോൾക്ക് വേണ്ടി. അപ്പോൾ ഈ അർഷിദിൻ്റെ കേസിലും ആമിനയുടെ കേസിലും ഒരേ സിമിലാരിറ്റിയാണ്. നിങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാവും. ആമിനയുടെ തലയിലും നീർക്കെട്ടാണ് നിറയെ, അർഷിദിൻ്റെ തലയിൽ നീർക്കെട്ടാണ്. അതായത് ആ കുഞ്ഞിനെ പോലും ചുമരിക്കൊണ്ടുവച്ച് ഇടിക്കുകയും പല രീതിയിൽ തലയിൽ പരിക്കേൽപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ആ കുഞ്ഞിൻ്റെ തലയിൽ നീർക്കെട്ടും ബ്ലീഡിങ്ങും വരാനുള്ള കാരണം. ഇത് സത്യം പറഞ്ഞാൽ ഇവൻ എന്നും ചെയ്യും പോലെ ആ കുഞ്ഞിനെ അങ്ങ് ചെയ്തു. പക്ഷേ ആ കുട്ടി മരണത്തിന് കീഴടങ്ങി. ഇങ്ങനെ ഇഞ്ചിഞ്ചായി മരിക്കുന്നതിനേക്കാളും അത് അങ്ങ് തീർന്നു. പക്ഷെ അവൻ വിചാരിച്ചില്ല കുട്ടി മരിക്കുമെന്നും ഈ കാര്യങ്ങളൊക്കെ പുറത്തു വരുമെന്നും. അതായത് അവൻ ഈ മുമ്പ് ചെയ്ത കാര്യം ഇപ്പോൾ ചെയ്ത കാര്യം എല്ലാം ഒറ്റയടിക്ക് പുറത്തു വന്നു. അതാണ് ദൈവം വലിയവനാണെന്ന് പറയുന്നത്. ആ ആമിനായെ ചെയ്ത, അതായത് ആദ്യ ഭാര്യയോട് ചെയ്ത ക്രൂരതകൾ ഇപ്പോൾ, അതായത് ഇത്രയും വർഷം മറച്ചു വെച്ച കാര്യങ്ങളെല്ലാം പുറത്തു വന്നിരിക്കുകയാണ്. അപ്പോൾ ഈ കേസുകൾ മാത്രമല്ല, പല കേസുകളും ഈ അഷ്കറിൻ്റെ പേരിലുണ്ട്. അപ്പം അതെല്ലാം ഇപ്പോൾ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം അർഷിദിനെ പോലെ അനുഭവിച്ച ഒരു വ്യക്തിയാണ് ആദ്യം അനുഭവിച്ചത് ആമിനയാണ്. അപ്പം നീതി വേണ്ടത് ആമിനയ്ക്കും അർഷിദിനും കൂടിയിട്ടാണ്. അപ്പം ഇനി എന്തായിരുന്നാലും ഒരു ജീവൻ എടുക്കാൻ അവൻ പുറത്തിറങ്ങരുത്. അവന് ഏറ്റവും വലിയ ശിക്ഷ തന്നെ കിട്ടണമെന്നാണ് എൻ്റെ അഭിപ്രായം.